സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കൊമേഴ്ഷ്യൽ വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ടാക്സി പർപ്പസിന് ഉള്ള യെല്ലോ ബോർഡ് വരുന്ന ഒരു വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവം കൂടിയാണിത്. മിക്കവാറും നമ്മൾ പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് രജിസ്ട്രേഷന് കൊടുക്കുമ്പോൾ 1-2 ദിവസത്തിനകം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കിട്ടുന്നതായിരിക്കും. എന്നാൽ ഹൈ സെക്യൂരിറ്റി രജിസ്റ്റർ പ്ലേറ്റ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. 7 മുതൽ 14 ദിവസം വരെ ചിലപ്പോൾ ലേറ്റാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അത് സിസ്റ്റത്തിൽ ആഡ് ആവണം. അതായത് RTOയുടെ സിസ്റ്റത്തിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആഡായാൽ മാത്രമേ, നമുക്കത് അപ്ഡേറ്റ് ആയി കിട്ടിയാൽ മാത്രമേ നമുക്കതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഓൺലൈൻ ടാക്സി പർപ്പസിന് വേണ്ടി യൂബറിലോ റാപ്പിഡോയിലോ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് RCയും പെർമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കിട്ടുന്നിടം വരെ ചിലപ്പോൾ 15 മുതൽ 30 ദിവസത്തെ വരെ താമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിപ്പെൻഡിങ് ആണ്, ഓരോ RTO ഓഫീസിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവാം. എൻ്റെ കൊട്ടാരക്കര RTO ആയിരുന്നു. 36 ദിവസത്തിന് ശേഷമാണ് എനിക്ക് സർവീസ് തുടരാൻ സാധിച്ചത്. അത്രത്തോളം ലേറ്റ് ആവുകയുണ്ടായി. ഒരു EMI ഞാൻ കയ്യിൽ നിന്ന് ഇട്ട് അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പം ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ച് അതൊരു വലിയ പാടാണ്. നമുക്ക് സാമ്പത്തികമുള്ളവരാരും ടാക്സി പെർമിറ്റിനുള്ള വാഹനങ്ങൾ എടുക്കത്തില്ലല്ലോ. സാധാരണക്കാരനാണല്ലോ ഇതിനകത്തോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ആ ടോട്ടൽ ബഡ്ജറ്റിനെ മൊത്തത്തിൽ താളം തെറ്റിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ പുതിയ വാഹനം എടുക്കുന്നവർ 1 മാസത്തെ EMIയും കൂടെ കരുതേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റത്തുള്ളൂ. മിക്കവാറുമുള്ള RTO ഓഫീസിലൊക്കെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് താമസം എടുക്കാറുണ്ട്. എനിക്കറിയാൻ വയ്യ, ചില RTO ഓഫീസിൽ അങ്ങനെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 15 ദിവസത്തിനകം പേപ്പർ റെഡിയായവരുമുണ്ട്. പരമാവധി 1 മാസം വരെ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പുതുതായിട്ട് വാഹനം എടുക്കുന്നവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതെപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഷോറൂം, ഏത് ഷോറൂമിൽ നിന്നാണോ വാഹനം എടുക്കുന്നത് അവരുടെ സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരാണ് ഹൈ സെക്യൂരിറ്റി രജിസ്റ്റർ പ്ലേറ്റിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ സെൻസർ ഇതൊക്കെ വെച്ചിട്ട് GPS, സ്പീഡ് ഗണ്ണർ, ഈ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പേപ്പറൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കായിരിക്കും അവർ രജിസ്ട്രേഷന് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡിലേ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ തന്നെ മാക്സിമം അവരെ കോൺടാക്റ്റ് ചെയ്ത് മാക്സിമം സ്പീഡപ്പ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വാഹനം എടുത്തിട്ട് EMI കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഞാൻ RTO ഓഫീസിൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ട് പോലും എനിക്ക് 30 ദിവസത്തോളം ഡിലേ വന്നു. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.